ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, പൊല്യൂഷൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പുതിയ ലൈനർ കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറായാലും അത്യാവശ്യം നല്ല കട്ടയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹബിനകത്ത് അത്യാവശ്യം ബ്രേക്ക് ലൈനർ ഒരിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. ഫുഡ് റെസ്റ്റ് നമുക്ക് ഈ സൈഡൊക്കെ അതിൻ്റെ സ്റ്റോപ്പർ പോയിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്, അത് നമുക്ക് വെൽഡ് ചെയ്ത് ഒന്ന് സ്പോട്ട് അടിപ്പിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ബാക്ക് ഇൻഡിക്കേറ്റർ, ഈ സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റേ കംപ്ലയിൻറ്റ് വന്നിട്ടേ ഇങ്ങനെ ഒടിഞ്ഞ പോലെയൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം നിൽക്കും, പക്ഷേ അത് സ്റ്റേ അഴിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ മാത്രമായിട്ട് മാറ്റാൻ കിട്ടും. അപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ അഴിച്ച് പോരുന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് മാറ്റിയിടാം, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒട്ടിച്ച് വെക്കാം തൽക്കാലം കേട്ടോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കണേ. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അതിൻ്റെ കാരണം ഇതിൽ കേബിൾ പോയേക്കാണ്, ഇന്നർ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റിയിടേണ്ടി വരും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ചേസിൻ്റെ ഭാഗത്ത് സീറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ചെറിയൊരു തുരുമ്പൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഓട്ടയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തേക്കാം കേട്ടോ. വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റൊന്ന് അഴിച്ചൊന്ന് വെള്ളമടിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. സൈഡ് ഡോർ വയ്ക്കണേക്കാളും ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് എത്ര ആവും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളാം കേട്ടോ.